രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണിൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ട് നിർണായക അപ്ഡേറ്റുമായി കോച്ച് രാഹുൽ ദ്രാവിഡ്. IPLൽ ഇന്നലെ നടന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിന് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സഞ്ജുവിൻ്റെ പരിക്കിനെക്കുറിച്ച് രാഹുൽ ദ്രാവിഡ് മറുപടി നൽകിയത്. ഡൽഹിക്കെതിരായ മത്സരത്തിനിടെ പരിക്കേറ്റ സഞ്ജു പരിക്കിൽ നിന്ന് പൂർണ്ണമായി മുക്തനായിട്ടില്ലെന്നും അതുകൊണ്ടാണ് ടീമിനൊപ്പം ബംഗളൂരുവിലേക്ക് വരാതിരുന്നതെന്നും രാഹുൽ ദ്രാവിഡ് പറഞ്ഞു. ടീമിനൊപ്പമുള്ള മെഡിക്കൽ സംഘവും സഞ്ജുവിൻ്റെ പരിക്ക് ഭേദമാവാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജുവിന് കളിക്കാനായില്ല. RCBക്കെതിരായ ഇന്നത്തെ മത്സരത്തിലും സഞ്ജുവിന് കളിക്കാനാവില്ല. ടീം ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് യാത്ര ചെയ്ത് പരിക്ക് വഷളാക്കാതിരിക്കാനാണ് സഞ്ജു ടീമിനൊപ്പം വരാതെ ജയ്പൂരിൽ തന്നെ തുടർന്നത്. ടീം ഫിസിയോയും സഞ്ജുവിനൊപ്പമുണ്ട്. സഞ്ജുവിന് എപ്പോൾ കളിക്കാനിറങ്ങാനാകുമെന്ന് എനിക്ക് കൃത്യമായി പറയാനാവില്ല. അടുപ്പിച്ച് മത്സരങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ ഒരു ഇടവേള കിട്ടി. ഇന്നത്തെ മത്സരം കഴിഞ്ഞാൽ 27-നാണ് ഞങ്ങൾക്ക് അടുത്ത മത്സരം. അതുകൊണ്ട് തന്നെ കാത്തിരിക്കുക എന്നത് മാത്രമേ സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പറയാനാവുമെന്നും ദ്രാവിഡ് പറഞ്ഞു. IPLലെ ആദ്യ 3 മത്സരങ്ങളിൽ കൈവിരലിനേറ്റ പരിക്ക് മൂലം ഇമ്പാക്റ്റ് പ്ലെയറായി മാത്രമാണ് സഞ്ജു കളിച്ചത്. പിന്നീടുള്ള 4 മത്സരങ്ങളിൽ ക്യാപ്റ്റനായി തിരിച്ചെത്തിയെങ്കിലും ഒരു ജയം മാത്രം നേടാനേ സഞ്ജുവിനായുള്ളൂ. സീസണിലെ ആദ്യ മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ അർദ്ധ സെഞ്ചുറി അടിച്ചു തുടങ്ങിയ സഞ്ജു ഇതുവരെ കളിച്ച 7 മത്സരങ്ങളിൽ 224 റൺസുമായി രാജസ്ഥാൻ്റെ റൺവേട്ടക്കാരിൽ രണ്ടാമനാണിപ്പോൾ. യശസ്വി ജയ്സ്വാളാണ് സീസണിലെ റൺവേട്ടയിൽ രാജസ്ഥാൻ താരങ്ങളിൽ ഒന്നാമത്.